ഹലോ, അപ്പോൾ എല്ലാവർക്കും ആഞ്ജനേയ 2255 പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കമലിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോഴേ കുറേ പേര് അതിൽ കമൻ്റായിട്ട് ചോദിക്കലുണ്ട് ലോങ് വീഡിയോ ചെയ്യുമെന്ന്. പിന്നെ ഞാൻ അധികം ലോങ് വീഡിയോ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഷോർട്സിൽ തന്നെ അധികം കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ലോങ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ കുറേ കമൻറ്റുകൾ വരുന്നുണ്ടല്ലോ ഓരോ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ട്. മിക്ക കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ചില കമൻറ്റുകൾക്കൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറേ ലെങ്ത്തുള്ള റിപ്ലൈ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്ത് വിടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ നമുക്ക് അതിനുള്ള റിപ്ലൈ നമുക്ക് ഈ വീഡിയോയിലൂടെ കൊടുക്കാം. നമ്മൾ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ സംശയമാണ് നമ്മൾ ഏത് ഗമ്മാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, പക്ഷെ പുതിയ ആളുകൾക്കായിരിക്കും ഈ സംശയം ഉണ്ടായിരിക്കാം. നമ്മൾ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇതിൽ ബേസ് ആയിട്ട് എടുക്കുന്നത് OHP ഷീറ്റാണ്. OHP ഷീറ്റ്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, ഗ്ലാസ് പേപ്പർ എന്നൊക്കെ പറയേ. ഇനി കുറച്ച് സ്റ്റോൺസും ബീഡ്സും ഒക്കെ ആവശ്യമുണ്ട്. നമ്മൾ ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യാൻ എടുക്കൂലേ, ആ സ്റ്റോൺസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. കുന്തൻ സ്റ്റോൺ എന്നാണ് പറയുക. അതേപോലെ തന്നെ നമുക്ക് ബീഡ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ബട്ടൺ ഹൗസിൽ ഉണ്ടാവുക, പിന്നെ ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിലോ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാൻ കഴിയും. പിന്നെ എല്ലാവരും ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ചോദിക്കലുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇത് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമിനനുസരിച്ചാണ്. അതും പല ഷോപ്പിലും പല റേറ്റിലാണ് അവർ കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 7 ഗ്രാം വെച്ചിട്ടാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 200 സംതിങ് റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. അന്ന് ഞാൻ വാങ്ങിച്ചപ്പോഴേ അതിൽ 2 കളേഴ്സ് ഫ്രീ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആകെ ഒരു കളറേ ഫ്രീ കിട്ടിയിട്ടുള്ളായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ ക്വാളിറ്റിനെ കൊണ്ട് ഞാൻ റിട്ടേൺ ഒന്നും അയച്ചിട്ടില്ല. പിന്നെ കിട്ടിയതായെന്ന് വെച്ചിട്ട് ഞാൻ അത് എടുത്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ കുന്തൻ സ്റ്റോൺസ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ സ്റ്റോൺ ചെയിൻ, ബീഡ്സ് ചെയിൻ, ബോൾ ചെയിൻ, അങ്ങനെ ടൈപ്പൊക്കെയാണ് കേട്ടോ. അതിൽ പേൾ ചെയിൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യാനുസരണം അതേപോലെ നമ്മളൊരു ഐഡിയ പോലെയൊക്കെ വാങ്ങിക്കുക. ഇനി ഈ സാധനങ്ങളുടെ റേറ്റ് ഒന്നും ഞാൻ ഇവിടെ പറയാത്ത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പല കടയിലും പല പോലെയാണ്. അപ്പം ഞാൻ ഇതിന് ഇത്ര റേറ്റല്ലുള്ളൂ പറഞ്ഞ് ഇതിട്ട് പോയി വാങ്ങിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവിടെ വില കൂടുതലായിരിക്കും, ചിലപ്പോൾ റേറ്റ് നല്ല കുറവായിരിക്കും. അതിനെക്കൊണ്ട് റേറ്റ് ഞാൻ പറയണില്ല. പിന്നെ നമുക്ക് വേണ്ടതാണ് ഹാങ്ങിങ് ബീഡ്സ്. ഇതിങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിലുണ്ടല്ലോ, കെട്ടിയ ടൈപ്പിലും കിട്ടും, നമുക്ക് ബീഡ്സ് മാത്രമായിട്ടും കിട്ടും. അങ്ങനെ ബീഡ്സ് മാത്രമായിട്ടുള്ളതിന് നല്ല റേറ്റ് കുറവാണ്. പാക്കറ്റിന് 22 രൂപ അങ്ങനെയൊക്കെ വരണുള്ളൂ കേട്ടോ ഇവിടെ. അല്ല നമുക്ക് കെട്ടിയ ടൈപ്പാണ് വരണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു ബീഡിന് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ 12 എണ്ണത്തിൻ്റെ ഒരു പാക്കിന് വരുന്നത് 45 രൂപ. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടല്. ചില സമയത്ത് കടയിൽ പോകുമ്പോഴേ നമുക്ക് ആവശ്യമുള്ള കളറിൽ നമുക്ക് കെട്ടി വെച്ച ടൈപ്പിൽ കിട്ടില്ല. അങ്ങനെയാകുമ്പോൾ എനിക്ക് സാധാ ബീഡ്സ് ആണ് കിട്ടുക. അപ്പോൾ ഞാൻ ആ ബീഡ്സും കൂടെ വാങ്ങിക്കിട്ടോ. ഞാൻ ആ ബീഡ്സ് വാങ്ങിയിട്ട് പിന്നെ ഫ്യൂസ് വയർ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അതും കൂടെ വാങ്ങിയിട്ട് ഞാൻ തന്നെ കെട്ടി എടുക്കാറാണ് പതിവ്. ആ കെട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി കെട്ടാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് വീഡിയോ അല്ല കേട്ടോ, ഷോർട്സ് ആയിട്ടാണ്. അപ്പോൾ ഷോർട്സ് ഒന്ന് പോയിട്ട് കണ്ടാൽ മതി, കുറച്ച് താഴേക്കാണ് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഐപ്പിന്ന്, അതേപോലെ തന്നെ ബോൾ പിന്ന്, പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അടിയിൽ ബോൾ അല്ലാതെ അങ്ങനെ ഒരു പരന്ന ടൈപ്പ്, അതിലും നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ്സ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ബേസായിട്ട് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഹാങ്ങിങ് ബീഡിൻ്റെ കൂട്ടത്തിൽ ഗുങ്കുരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് വൈറ്റ് പേൾ ഉണ്ടാവുമല്ലോ, ഏറ്റവും ചെറിയ സൈസിലുള്ള വൈറ്റോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ പേൾ വാങ്ങിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫ്യൂസ് വയറിൽ വെച്ചിട്ട് ഗുങ്കുരും കെട്ടിയെടുക്കാൻ കഴിയേ. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഇതേപോലെ കുറച്ച് ടൂൾസ്. നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ടൂൾസ് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ് നല്ലത്. ഓൺലൈനിൽ അത്യാവശ്യം നമുക്ക് റേറ്റ് കുറവിൽ കിട്ടുന്നുണ്ട്. 200 സംതിങ്ങിനൊക്കെ നമുക്ക് 3 ടൂളൊക്കെ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. കടയിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ടൂളിന് തന്നെ നമ്മൾ കൊടുക്കണം 100 രൂപ, 80 രൂപ, 70 രൂപ അങ്ങനെയൊക്കെയാണ് ഒരു ടൂളിന് വരുന്നത്. അതേസമയം നമുക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങുമ്പോഴേ നല്ല റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. 5 ടൂളിനൊക്കെ 300 വരുന്നുണ്ട്, അതുപോലെ 3 ടൂളിന് 200 സംതിങ് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, എങ്ങനെയാണ് നല്ലതെന്നൊക്കെ വെച്ചിട്ട്. അവസാനമായിട്ട് കമ്മൽ ചെയ്യാനുള്ള സ്റ്റെഡും അതേപോലെ തന്നെ ബാക്കിൽ ഒട്ടിക്കാനുള്ള വേക്സ് പേപ്പറും, ഇത്ര സാധനങ്ങൾ മതി നമുക്കൊരു കമ്മൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ.